ആലത്തൂരിന്റെ MP പറഞ്ഞിരുന്നു തനിക്ക് കിട്ടിയ തുകയേക്കാൾ വലിയൊരു തുക താൻ ചെലവഴിച്ചുവെന്ന്. ആ തുക തന്നെ പിന്നീട് ട്രോളായി മാറി. ഓരോ വർഷവും ഒരു MP ക്ക് കിട്ടുന്ന തുക എത്രയാണ്? ആ തുക പൂർണ്ണമായും ചെലവഴിക്കാറുണ്ടോ? ആ തുക ചെലവഴിച്ച് കഴിയുമ്പോൾ അവരുടെ പക്കൽ മിച്ചം വരാറാണോ ഉള്ളത്? ആ കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ വർഷവും 5 കോടി രൂപയാണ് പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലയിൽ ഓരോ MP മാർക്കും കിട്ടുന്നത്. കോവിഡ് മൂലം ആദ്യ 2 വർഷം 2019-20 കാലഘട്ടത്തിൽ ഈ തുക 2 കോടിയാക്കി ചുരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ ലോക്സഭയിൽ 17 കോടി 5 വർഷത്തെ എടുത്തു നോക്കുമ്പോൾ 17 കോടി രൂപയാണ് അംഗങ്ങൾക്ക് കിട്ടിയത്. ഇത് ചെലവഴിക്കുന്നതിൽ MP മാർ നമ്മളെ നിരാശപ്പെടുത്തിയോ? അതുകൂടി നമുക്ക് നോക്കാം. ഫണ്ട് ബാലൻസ് എത്രയുണ്ട്? MP മാർ ചെലവഴിക്കാത്ത തുക എത്രയാണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓരോ MP യുടെയും അക്കൗണ്ടിലെ കൃത്യമായ കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. മാവേലിക്കർ MP-യിൽ നിന്ന് തുടങ്ങാം. കൊടിക്കുന്നിൽ സുരേഷിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കിടക്കുന്നത് 6 കോടി 24 ലക്ഷം രൂപയാണ്. അത് മാവേലിക്കരയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്, ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഇത്രയും ഉണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് അവിടുത്തെ വോട്ടർമാർക്ക് MP-യോട് ചോദിക്കാം. അടുത്തത് വയനാട്. വയനാട്ടുകാർ അറിയണം, വയനാടിന്റെ MP വയനാടിന് വേണ്ടി ഏറെക്കുറെ തുക ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1.25 കോടി മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിൽ. ഇനി ബാക്കിയുള്ളത് ഫണ്ട് ബാലൻസ് 1.25 ക്രോഡ്സ്. അടുത്ത നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഓരോ MP യുടെയും അക്കൗണ്ടിലെ പണം എത്രയാണ്? അത് മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ട തുക, ആ MP ഫണ്ട് ചെലവഴിക്കാതെ കിടക്കുന്നതിന്റെ കണക്കാണിത്. ഡീൻ കുര്യാക്കോസിന്റെ പക്കൽ ഇപ്പോൾ മിച്ചമുള്ളത് 4 കോടി 44 ലക്ഷം രൂപയാണ്. ഇടുക്കിക്ക് കിട്ടേണ്ടതാണ്, ഇടുക്കിയുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ടതാണ്. അത് ചെലവഴിച്ചിട്ടില്ല. 4.44 കോടി അക്കൗണ്ടിൽ കിടപ്പുണ്ട്. 17 കോടിയിൽ അത്രയും മിച്ചമാണ്. അടുത്തത് പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ടെ MP VK ശ്രീകണ്ഠൻ 17-ൽ എത്ര ചെലവഴിച്ചു? മിച്ചം എത്രയുണ്ട് നോക്കൂ. 3 കോടി 19 ലക്ഷം രൂപയാണ് VK ശ്രീകണ്ഠന്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. MP ഫണ്ടിൽ നിന്ന് ഇത്രയും തുക ചെലവഴിക്കാതെ ബാക്കിയാണ്. ഇനി കണ്ണൂർ MP. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ സാന്നിധ്യം കുറവായിരുന്നു, 50% ഉള്ളൂ. പക്ഷേ ഫണ്ട് എത്ര ചെലവഴിച്ചു? ഇനി മിച്ചമുള്ളത് 2 കോടി 70 ലക്ഷം രൂപയാണ് K സുധാകരൻ എന്ന കണ്ണൂരിന്റെ MP യുടെ അക്കൗണ്ടിൽ. അടുത്തതായി നമുക്ക് പോകേണ്ടത് ET മുഹമ്മദ് ബഷീറിന്റെ അക്കൗണ്ടിലേക്കാണ്. ലീഗ് MP മാർ താരതമ്യേന ഫണ്ട് കൃത്യമായി ഉപയോഗിക്കുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്ന് കേൾക്കാറുണ്ട്. അത് ശരിയാണോ? അതെ, ET മുഹമ്മദ് ബഷീറിന്റെ അക്കൗണ്ടിൽ ഇനി മിച്ചമുള്ളത് 2 കോടി 56 ലക്ഷം രൂപയാണ്. ബാക്കി തുക ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കണക്കൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരാളുണ്ട്. ആലത്തൂരിന്റെ MP രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് ആണ് MP ഫണ്ട് ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്കിന് മേലുള്ള ചർച്ച സജീവമാക്കിയത്. രമ്യയുടെ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ കാശ് കിടപ്പുണ്ട്. 2 കോടി 46 ലക്ഷം രൂപയാണ് രമ്യ ഹരിദാസിന്റെ MP ഫണ്ടിൽ ഇനിയും ചെലവഴിക്കാതെ ബാക്കി കിടക്കുന്നത്. അടുത്തതായി നമുക്ക് കൊല്ലത്തേക്ക് പോകാം. മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സജീവമാണ് എന്നാണ് NK പ്രേമചന്ദ്രൻ MP അവകാശപ്പെടുന്നത്. MP ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു എന്ന് പറയുന്ന MP മാർ ഇനി ബാക്കി വെച്ചിരിക്കുന്ന തുകയാണിത്. 2.41 കോടിയുണ്ട് NK പ്രേമചന്ദ്രൻ എന്ന കൊല്ലം MP യുടെ അക്കൗണ്ടിൽ. അപ്പോൾ ആ തുകയും ചെലവഴിക്കാതെ കിടക്കുന്ന തുകയാണ്. ഫണ്ടുകൾക്കായി വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇത്തവണ മത്സരിക്കാത്ത സിറ്റിംഗ് MP TN പ്രതാപൻ. തൃശൂരിന്റെ അക്കൗണ്ടിൽ എത്രയാണ് കിടക്കുന്നത്? തൃശൂർ ഇങ്ങെടുക്കാൻ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ തൃശൂരിന്റെ അക്കൗണ്ടിലും കിടപ്പുണ്ട് 2 കോടി 4 ലക്ഷം രൂപ. അവിടെയും ഫണ്ടിൽ ബാക്കിയുള്ള 17 കോടിയിൽ മിച്ചമുള്ളത് 2 കോടി 4 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് വരാം. എറണാകുളം MP ഹൈബി ഈഡൻ മണ്ഡലത്തിൽ തന്റെ MP ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുന്ന MP മാരിൽ ഒരാളാണ്. 17 കോടിയിൽ ഹൈബിയുടെ അക്കൗണ്ടിൽ ഇനി എത്രയാണ് മിച്ചമുള്ളതെന്ന് നോക്കിയാൽ ഹൈബിയുടെ അക്കൗണ്ടിലുമുണ്ട് 1 കോടി 80 ലക്ഷം രൂപ. അപ്പോൾ 17 കോടിയാണ് 5 വർഷം കൊണ്ട് MP ഫണ്ടായി കിട്ടിയത്. അതിൽ 1 കോടി 80 ലക്ഷം അവിടെയും കിടക്കുന്നു. ഇനി നമുക്ക് അബ്ദുൾ സമദ് സമദാനി. വലിയ രീതിയിൽ പാർലമെന്റിൽ അറ്റൻഡൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയത് അബ്ദുൾ സമദ് സമദാനിയാണ്. സമദാനിയുടെ അക്കൗണ്ടിലുമുണ്ട് 1.5 കോടി 1 കോടി 55 ലക്ഷം രൂപയുണ്ട് അബ്ദുൾ സമദ് സമദാനിയുടെയും അക്കൗണ്ടിൽ. ഇനി കോഴിക്കോടിന്റെ രാഘവേട്ടന്റെ കാര്യത്തിലേക്ക് കൂടി വരാം. കോഴിക്കോടിന്റെ രാഘവേട്ടൻ MK രാഘവൻ MP ഫണ്ട് കൃത്യമായി ചെലവഴിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. 1 കോടി 43 ലക്ഷം മാത്രമേ ബാക്കിയുള്ളൂ 17 കോടിയിൽ. ബാക്കി അദ്ദേഹം ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നതിലേക്കാണ്, ആ പട്ടികയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിലെ ഫസ്റ്റ് ആരാണ്, നമ്പർ 1 ചെലവഴിക്കലുകാരൻ, ആ MP ആരാണെന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ചാലക്കുടിയിലെ കണക്ക് പറയാം. ബെന്നി ബെഹനാൻ MP. ബെന്നി ബെഹനാൻ MP-യുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്? 1 കോടി തികച്ചില്ല. 91 ലക്ഷം രൂപ കൂടിയേ 17 കോടിയിൽ ബെന്നി ബെഹനാൻ ഇനി ചെലവഴിക്കാൻ ബാക്കിയുള്ളൂ. എന്നാൽ ബെന്നി ബെഹനാൻ അല്ല ഒന്നാമൻ. ആ ഒന്നാമൻ ആരാണെന്നുള്ളതിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയുടെ ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്? ബെന്നി ബെഹനാന് തൊട്ടു താഴെ നിൽക്കുന്നു. 85 ലക്ഷം രൂപയാണ് ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ ഉള്ളത്.
ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നേരെ ആലപ്പുഴയുടെ അക്കൗണ്ടിലേക്ക് പോകാം. ആലപ്പുഴയുടെ MP കനൽ ഒരു തരിയായി ജ്വലിച്ച AM ആരിഫിന്റെ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ കിടക്കുന്നത് 76 ലക്ഷം മാത്രമാണ്. പക്ഷേ ആരിഫ് അല്ല ഒന്നാമൻ. ആ ചാമ്പ്യൻ ആരാണ് എന്നതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്രതീക്ഷിതമായിരിക്കും, ഒരു ട്വിസ്റ്റ് വരും. അടുത്തതായി വടകരയുടെ MP തൃശ്ശൂരിലേക്ക് ഇപ്പോൾ ഭാഗ്യപരീക്ഷണത്തിനായി പോയ K മുരളീധരൻ ചെലവഴിക്കാതെ കിടക്കുന്നത് 3/4 കോടി 75 ലക്ഷം രൂപയാണ്. K മുരളീധരനും പൂർണ്ണമായി ഈ തുക ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ തുക പൂർണ്ണമായും ചെലവഴിച്ച ആരെങ്കിലും കാണുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. ആർക്കും പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ച് മാത്രം മിച്ചം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. കാസർഗോട്ടേക്ക് പോകാം. രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്നെത്തി കാസർഗോഡിന്റെ മനം കീഴടക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനി ചെലവഴിക്കാനുള്ളത് 28 ലക്ഷം രൂപയാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനും അല്ല ഒന്നാമൻ ആരാണെന്നതിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തേക്ക് എത്തുകയാണ്. അടുത്തതായി നമ്മൾ നേരെ കാസർഗോഡ് നിന്ന് ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത്. ആറ്റിങ്ങലിന്റെ സ്വന്തം അടൂർ പ്രകാശിന്റെ അക്കൗണ്ടിൽ എത്ര കാണും ബാക്കി? 11 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ബാക്കി. 17 കോടിയിൽ 11 ലക്ഷം മാത്രമേ ഉള്ളൂ അടൂർ പ്രകാശിന്റെ അക്കൗണ്ടിൽ MP ഫണ്ടിൽ ചെലവഴിക്കാനായി. അവിടെയും തീരുന്നില്ല. അടുത്തതായി നമ്മൾ പോകുന്നു തിരുവനന്തപുരത്തേക്ക്. ശശി തരൂരിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല. ശശി തരൂർ പൂർണ്ണമായും ചെലവാക്കിയോ? ശശി തരൂരിന്റെ അക്കൗണ്ടിലും കിടക്കുന്നു 4 ലക്ഷം കൂടി. അപ്പോഴും ശശി തരൂർ അല്ല ഒന്നാമൻ. ആ ഒന്നാമൻ ആരാണ് എന്നതിലേക്ക് നമ്മൾ എത്തുകയാണ്. പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അത് കോട്ടയത്തിന്റെ സ്വന്തം MP തോമസ് ചാഴികാടനാണ്. തോമസ് ചാഴികാടൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴികാടന്റെ അക്കൗണ്ടിൽ ചെലവഴിക്കാത്ത തുക വെറും 2 ലക്ഷം രൂപയാണ്. 17 കോടിയിൽ 2 ലക്ഷം മാത്രമാണ് തോമസ് ചാഴികാടൻ ചെലവഴിക്കാതെ ഇട്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായും വിനിയോഗിക്കാൻ, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞത്, ഏറെക്കുറെ ഏറ്റവും മുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് തോമസ് ചാഴികാടനാണ്. 2 ലക്ഷം രൂപ മാത്രമാണ് ബാക്കിയുള്ളത്. 17 കോടി 5 വർഷം കൊണ്ട് ഈ MP-മാരുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് ഉണ്ടായിരുന്നു. അതിൽ 5 കോടി വരെ ചെലവഴിക്കാതെ ഇട്ടിരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ വെറും 2 ലക്ഷം മാത്രമാണ് തോമസ് ചാഴികാടൻ ചെലവഴിക്കാതെ ഇട്ടിരിക്കുന്നത്. MP-മാരുടെ പ്രവർത്തനം വിലയിരുത്തി വേണം നമ്മുടെ വോട്ട്. പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ? പാർലമെന്റിൽ കൃത്യമായി അവരുടെ ഹാജർ നിലയുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് വേണ്ടി ആ മണ്ഡലത്തിന് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിച്ചോ? അതൊക്കെ പ്രധാനമാണ്. ആ കണക്ക് മനസ്സിലാക്കിയാണ് ജനങ്ങൾ ഇനി വിധി എഴുതാൻ പോകുന്നത്. ആ കണക്കുകളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തി